സ്ഥാനാർത്ഥി സീക്വൻസ് എന്നുള്ള സിനിമ നടക്കാൻ തന്നെ കാരണം വൺ ഓഫ് ദി റീസൺ അജുവേട്ടനാണ്. അജുവേട്ടൻ തന്ന കോൺഫിഡൻസും അജുവേട്ടൻ തന്ന ഒരു സപ്പോർട്ടുമാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബലമായിട്ടുള്ളത്. ഒരു ജഗദീഷിനെയും ഉടുവിലിനെയും ഒക്കെ വെച്ചിട്ട് മനസ്സിൽ ആവാഹിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി അവർ പണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് അവരെ അഭിനയിക്കുക എന്നുള്ളതല്ല, അവർ പണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിന്റെ ഒരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ്, കുറേ ടെൻഷൻ എന്ന ഒപ്പിക്കാൻ പാടുപെടുന്ന കുറേ ആൾക്കാർ. ഒരു ആക്ടറിന് ശരിക്കും പറഞ്ഞാൽ ടാലന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ഈ ലക്ക് ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ലക്ക് ഫാക്ടർ ഭയങ്കരമായിട്ട് ഉണ്ട്. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സാധനം എങ്ങനെ വന്നു. ഞാൻ പറഞ്ഞ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ തന്നെ വന്നത് ഭയങ്കര ഭാഗ്യത്തിന്റെ കളിയാണ്. ആ സമയത്ത് പവിശങ്കർ അവിടെ ഉണ്ടാവുകയും അവൻ ബേസിൽ ബ്രോയെ വിളിക്കുകയും ആ സമയത്ത് ഞാൻ അടുത്തുണ്ടാവുകയും എന്നൊക്കെ പറയുന്ന ഒരു നിമിത്തങ്ങളുണ്ടല്ലോ. നായകനാവുമ്പോഴുള്ള കുറേ ഉത്തരവാദിത്തങ്ങളും കുറേ സ്ട്രഗിളും കുറേ തലപോകിക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നാൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരേ ജോണറിലുള്ള സാധനങ്ങൾ മാത്രം ചെയ്യേണ്ട പല സാധനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വില്ലനായിട്ട് ചെയ്യാം, കോമഡി ചെയ്യാം, ഈ പറയുന്ന സീരിയസ് ക്യാരക്ടർ ചെയ്യാം, ഇതിൻ്റെ ഇടയിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാം. ഇപ്പം വൈറ്റ് ആൾട്ടയിലെ ഈ സംസാരിക്കാത്ത ആളായാൽ തന്നെ നമ്മൾ മനസ്സിലൊരു സാധനം എവിടെയൊക്കെ കണ്ടുവച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ പരുവപ്പെടുത്തിയിട്ട് എല്ലാത്തിനെയും കൂടെ കൊളാബ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. പലർക്കും പല രീതിയിലുള്ള പ്രോസസ്സാണ്. എൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ റൈറ്റേഴ്സ് ഉണ്ട്. അതിലുപരി ഏറ്റവും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്, ലെജൻസ് ആയിട്ടുള്ള നടന്മാരുണ്ട്, അപ്പോൾ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. ഇനിയും വരാൻ പോകുന്നത് ഒരു വെബ് സീരീസ് ഉണ്ട്, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിൽ അജു വർഗീസ്, നീരജ്, ഗൗരി, അങ്ങനെ കുറച്ച് ടീം. എനിക്ക് തോന്നുന്നു അജു വർഗീസ് ആനന്ദന്റെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ഒരു കിളി എന്ന് പറയുന്ന വെബ് സീരീസ് മുതൽ സാജൻ ബേക്കറി, ഇപ്പം ലവ് അണ്ടർ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പം അജു ചേട്ടനൊപ്പമുള്ള അജു ചേട്ടൻ എത്രത്തോളമാണ് ആനന്ദന്റെ ലൈഫിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ? അജുവേട്ടൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥാനാർത്ഥി സീക്വൻസ് എന്നുള്ള സിനിമ നടക്കാൻ തന്നെ കാരണം വൺ ഓഫ് ദി റീസൺ അജുവേട്ടനാണ്. അജുവേട്ടൻ തന്ന കോൺഫിഡൻസും അജുവേട്ടൻ തന്ന ഒരു സപ്പോർട്ടുമാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബലമായിട്ടുള്ളത്. പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളി ഒരു സീരിയസ് ടോണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മളെ പടത്തിൽ നിന്നാണ് ആ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. വേറൊരു തരം ക്യാരക്ടേഴ്സ് ഓഫ് കോഴ്സ് മറ്റേ ഹെലനിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു സീരീസ് ഓഫ് ക്യാരക്ടേഴ്സിലോട്ട് പോകുന്നൊരു സാധനം നമ്മളെ പരിപാടിയിൽ നിന്നായിരുന്നു. അപ്പോൾ പുള്ളി അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് പുള്ളി പൂർണ്ണമായിട്ട് വിട്ടു തന്നു, എങ്ങനെ ആക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറയൂ, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് പറയൂ. അപ്പം നമ്മൾ കുറേ സജഷൻ പറയുമായിരുന്നു. പുള്ളി അത് കൈ എടുക്കുന്നതിന് വരെ നമ്മൾ സജഷൻ പറയുമായിരുന്നു, ചേട്ടാ ഇങ്ങനെ കൈ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പുരിയാൻ പോക്കാം. പുള്ളി അതൊക്കെ വേറെ വല്ല ആക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചനെ. അപ്പം പുള്ളി പക്ഷേ അത് എടുത്തു, അങ്ങനെ ചെയ്തു, ഭയങ്കര രസമായിട്ട് ചെയ്തു. എനിക്കിതിൽ സ്ഥാനാർത്ഥി സീക്വൻസിലൊരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പുള്ളിയുടെ ഒരു ഷോട്ടുണ്ട്. പുള്ളിയുടെ മുഖത്താണ് വെച്ചിരിക്കുന്ന ഒരു ക്ലോസ്. അപ്പം പുറകെ നിന്നിട്ട് പുള്ളി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയേണ്ടത്, പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ കേൾക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര രോമാഞ്ചം വരുന്ന സാധനമാണ്. അതൊക്കെ OTT വരുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ സംസാരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പുള്ളി എൻ്റെ ലൈഫിനെ പലയിടത്തും പുള്ളി നമ്മളെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പലയിടത്തും. ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ഒരു ഞങ്ങളുടെ കൂട്ടത്തിൽ മുരളി എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, മുരളി കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി എപ്പോഴും അജുവേട്ടനായിട്ട് എപ്പോഴും കുറേ പ്രോജക്ട്സ് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉടൻ തന്നെ സംഭവിക്കും എന്നാണ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സാധനമാണ്. കാരണം അവൻ നല്ല റൈറ്ററാണ്, അവൻ്റെ ഒരുപാട് നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ അവൻ എപ്പോഴും അജുവേട്ടനെ ഒരു ക്യാരക്ടർ ഭയങ്കര നല്ലൊരു ക്യാരക്ടറിൽ എപ്പോഴും വച്ചേക്കും അജുവേട്ടനെ. അപ്പോൾ അങ്ങനെ ഒരു സാധനം എപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് നടക്കട്ടെ എന്നാണ്. നമുക്ക് പുള്ളി നമ്മളുടെ അടുത്ത് കാണിച്ച സ്നേഹം നമുക്ക് തിരിച്ചു കാണിക്കാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയാണ്. പുള്ളിക്ക് നല്ല സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷനും അതിലെ കഥാപാത്രങ്ങളും അതിനെപ്പറ്റിയും കൂടെ പറയാം. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഈ നമ്മളിപ്പം പഴയ കാലത്തിലെ ഒരു വരവേൽപ്പോ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സിനിമകളിൽ കണ്ട ഒരു നായകൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള എൻ്റെ ഒരു ചിന്തയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. അതുപോലെ ഇങ്ങനൊരു സ്ട്രഗിൾ ഉള്ള ഒരു നായകൻ, ഒരു സൈഡിൽ അയാളുടെ പ്രണയ ജീവിതം, ഒരു സൈഡിൽ അയാൾ വീട് വയ്ക്കുന്നു, അതിൻ്റെ വീടിൻ്റെ പണി തീരുന്നില്ല, പല ഘട്ടത്തിലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു ലൈഫ്, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ കഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ ജീവിത കഥയാണ് സത്യം പറഞ്ഞാൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റായിട്ട് ഈ പറയുന്ന പോലെ എന്നാൽ ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സീരീസാണ്. അപ്പോൾ അതിൽ ഈ വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറാണ് ഞാൻ, ജിജി എന്നുള്ള കോൺട്രാക്ടർ. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും അതെ ഇപ്പം ഉടായിപ്പാണല്ലോ എന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ജിജി എന്നുള്ള ക്യാരക്ടർ.
അപ്പോൾ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നീരജിൻ്റെ ക്യാരക്ടറായാലും ഗൗരിയുടെ ക്യാരക്ടർ, നായകൻ നായികയും, അപ്പോൾ ഇവരുടെ ഒരു ലവ് വേർഷൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു പരിപാടി ഇങ്ങനെ പോകുന്നുണ്ട്, വീട് വയ്ക്കുന്നതിൻ്റെ കഷ്ടപ്പാട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു ചേട്ടനായിട്ടാണ് അജു ഏട്ടൻ്റെ പപ്പൻ എന്നുള്ള ക്യാരക്ടർ. ഈ പറയുന്ന പോലെ നീരജിൻ്റെ ഫാദർ മദർ ആയിട്ട് അഭിനയിച്ചിരുന്ന സൈറിക്കയും ചേച്ചിയും ഒക്കെ ഭയങ്കര രസമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഗൗരിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച കിരൺ പീതാംബരൻ. എനിക്ക് ഈ സഹീറിക്കയും കിരൺ പീതാംബരനെയൊക്കെ ചേട്ടനെയൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴോ നമുക്ക് മിസ്സായി പോയ ആക്ടേഴ്സ് ഇല്ലേ, ഈ പറയുന്ന പോലെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പപ്പു, അവരെയൊക്കെ എനിക്ക് പലപ്പോഴും ഓർമ്മ വരും. ഞാൻ പറഞ്ഞാൽ അവരോട് കമ്പയർ ചെയ്യില്ല, നമുക്ക് എവിടെ നഷ്ടപ്പെട്ടു പോയ അങ്ങനത്തെ കുറേ ആക്ടേഴ്സ് ഇല്ലേ, അവരുടെ ലീഗിലേക്ക് പറ്റാൻ പറ്റിയ ആക്ടേഴ്സാണ് കിരൺ ചേട്ടനും സഹീറിക്കയൊക്കെ. അപ്പോൾ അവരോടൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ നല്ല പെർഫോമൻസും ഉണ്ട് ഈ സീരീസിനകത്ത്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഉടായ്പൊക്കെ കയ്യിലുള്ള, എന്നാൽ അപ്പുറത്തും പ്രശ്നം ഉണ്ടാവരുത് ഇപ്പുറത്തും പ്രശ്നം ഉണ്ടാവരുത്, തൻ്റെ കാര്യങ്ങളും നടക്കണം എന്നുള്ള ലെവലിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ജഗദീഷിനെയും ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും ഒക്കെ വെച്ചിട്ട് മനസ്സിൽ ആവാഹിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടി അവർ പണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ്, അവരെ അനുകരിക്കുക എന്നുള്ളതല്ല, അവർ പണ്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ്, കുറേ ടെൻഷൻ എന്നാൽ ഒപ്പിക്കാൻ പാടുപെടുന്ന കുറേ ആൾക്കാർ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്, എങ്ങനെയാണ് കണക്ട് ചെയ്തത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അത്. നല്ല രസത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് അതില് 2 എപ്പിസോഡ് കണ്ടില്ലേ? അതെ, അതില് ഒന്ന് ഞാൻ നോട്ട് ചെയ്തതായിരുന്നു, അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് നീരജിന്റെ ക്യാരക്ടർ വന്നിട്ട് ജസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ബി കോൺഫിഡൻസ് നടന്നു വന്നു. അത് ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്, പക്ഷെ അത് തരുന്ന ഒരു ഇമ്പാക്ട് ഭയങ്കര രസമുള്ള. അതെ, കാരണം മുതലാളി ആദ്യമായിട്ട് കാണുകയാണ്, വീടിന്റെ മുതലാളി. അപ്പൊ അതിന്റെ ഒരു സാധനമാണ്, നന്നായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 എപ്പിസോഡ് കണ്ടിട്ട് തോന്നി ഭയങ്കര, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി കാണാൻ വേണ്ടി 28-ാം തീയതി റിലീസ് ആവും. അപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ ഇപ്പം അനന്തേട്ടൻ ഇപ്പോൾ കുറച്ച് വർഷത്തെ സ്ട്രഗ്ലിങ് കഴിഞ്ഞ് ഇപ്പോഴും സ്ട്രഗ്ലിങ് ആക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ആക്ടറിന് ശരിക്കും പറഞ്ഞാൽ ടാലൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഈ ലക്ക് ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ലക്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ സാധനം എങ്ങനെ വന്നു. ഞാൻ പറഞ്ഞ ബ്രൂണോ എന്നുള്ള ക്യാരക്ടർ തന്നെ വന്നത് ഭയങ്കര ഭാഗ്യത്തിൻ്റെ കളിയാണ്. ആ സമയത്ത് പവിശങ്കർ അവിടെ ഉണ്ടാവുകയും അവൻ ബേസിൽ ബ്രോയെ വിളിക്കുകയും ആ സമയത്ത് ഞാൻ അടുത്തുണ്ടാവുകയും എന്നൊക്കെ പറയുന്ന ഒരു നിമിത്തങ്ങളുണ്ടല്ലോ. അത് ഞാൻ ഈ ദൈവത്തിലോ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ ഇങ്ങനൊരു ഫാക്ടർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയൊക്കെയോ അങ്ങ് പോകുന്നു. ചിലപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ പരിണത ഫലവും ആയിരിക്കാം, നമ്മളെവിടെയൊക്കെ ചെയ്തു വെച്ച സാധനങ്ങൾ കണ്ട് അവരുടെ മനസ്സിൽ നിൽക്കുന്നുകൊണ്ടോ ആയിരിക്കാം. പക്ഷെ അത് ഉണ്ടെന്ന് തോന്നുന്നു, തലവരെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊരു ചെറിയ പാർട്ടായിട്ടെങ്കിലും അതുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കും ഈ പറയുന്ന വർക്ക്, നമ്മൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും ഇപ്പുറത്ത് ഭാഗ്യം എന്നുള്ള സാധനം ഉണ്ട്, അത് ചെറിയ ഫാക്ടറായിട്ടാണെങ്കിലും ഉണ്ട്. അതെ, ഇപ്പം ക്യാരക്ടർ റോൾസ് ഒരുപാട് ചെയ്യുന്നു. അപ്പോൾ ക്യാരക്ടർ റോൾസ് ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനാണ്. അത് നായകവേഷത്തിൽ അയ്യോ എനിക്ക് ഞാൻ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. നായകവേഷം അങ്ങനെയൊന്നും നമ്മൾ മൈൻഡിൽ പോലും ഇല്ല. എനിക്ക് ഈ എന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നായകനാവുമ്പോഴുള്ള കുറേ ഉത്തരവാദിത്തങ്ങളും കുറേ സ്ട്രഗിളും കുറേ തലപോകിക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് നിന്നാൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരേ ജോണറിലുള്ള സാധനങ്ങൾ മാത്രം ചെയ്യേണ്ട, പല സാധനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വില്ലനായിട്ട് ചെയ്യാം, കോമഡി ചെയ്യാം, ഈ പറയുന്ന സീരിയസ് ക്യാരക്ടർ ചെയ്യാം, ഇതിൻ്റെ ഇടയിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാം. അതാണ് എൻ്റെ ഹൈ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ല് തരുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തി നൽകുന്നത്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. അത് ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. എൻ്റെ ആഗ്രഹം അങ്ങനെ നല്ലൊരു സ്പേസിൽ പോവുക എന്നുള്ളത്, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് എല്ലാ ജോണിലുള്ള എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതെ, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ റൈറ്റേഴ്സ് ഉണ്ട്. അതിലുപരി ഏറ്റവും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്, ലെജൻസ് ആയിട്ടുള്ള നടന്മാരുണ്ട്, അപ്പോൾ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം, അടുത്ത ഹൈ. അതിലോട്ടാണ് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനുവേണ്ടി ചാൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? ചാൻസ് ചോദിക്കുന്നത് ഞാൻ ഭയങ്കര മോശമാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരെടുത്ത് ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്, അടുത്ത പടത്തിലും വിളിക്കണേ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമൊക്കെ ഉള്ള ആൾക്കാരെടുത്ത് ഞാൻ പറയാറുണ്ട്. അല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെടുത്ത് അങ്ങോട്ട് വിളിച്ച് ഞാൻ ഇന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തി ചാൻസ് ചോദിക്കാൻ എനിക്ക് ഭയങ്കര, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു ആക്ടർ, സ്ട്രഗ്ലിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമ്മളത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എനിക്കതെന്തോ അവരെ ബുദ്ധിമുട്ടിക്കുകയാണോ, അവരെ വെറുതെ സമയം കളയണ്ടല്ലോ, നമുക്കറിയാവുന്ന ആൾക്കാരെടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്.
അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, അത് എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പലരും നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആക്ടേഴ്സ് ഓക്കെ എല്ലാ ദിവസവും വിളിച്ച് ചാൻസ് അയക്കും, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും എന്നൊക്കെ പറയാറുണ്ട്. വളരെ ചുരുക്കം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അങ്ങനെ സത്യം അത് ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അതിലൊരു ബ്ലോക്ക് ഉണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്നുള്ളൊരു ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഇത് മാത്രമേ ഞാൻ ചാൻസ് വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിചയമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചാൻസ് വയ്ക്കുള്ളൂ. അല്ല ഞാൻ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. അപ്പോൾ ഇനിയും ഇത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പറഞ്ഞു, അതല്ലാതെ ഇനിയും വേറെ പ്രോജക്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? അടുത്തത് ഇനി സിനിമയായിട്ട് വരാനുള്ളത് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമയാണ്. ആസിഫിക്കരുടെ സേതു അത് ഡയറക്റ്റ് ചെയ്ത പടമാണ്. അതൊരു ഈ പറയുന്ന പോലെ ഒരു ഫാമിലി ഡ്രാമയാണ്. കോമഡി പ്ലസ് ഡ്രാമ എന്നുള്ളൊരു സ്ഥാനത്തിൽ പോകുന്നതാണ്. നമ്മൾ കുറേ കാലം ആസിഫിക്കയുടെ കുറേ ക്യൂട്ട് സാധനങ്ങൾ നമ്മൾ കുറച്ച് മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം നല്ല സീരിയസ് സാധനങ്ങൾ ഭയങ്കര രസമാണ്. പക്ഷെ ആ പുള്ളിയുടെ ഒരു കരിയറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. ഇപ്പം പോകുന്നൊരു പോക്ക് ഭയങ്കര രസമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ ആസിഫിക്കയുടെ. ആസ് എ ഹ്യൂമൻ ബീയിങ് ടു ആസ് എൻ ആക്ടർ എല്ലാം ഞാൻ ഭയങ്കര ഫാനാണ്. പുള്ളിയുടെ അടുത്ത് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് പുള്ളി എന്നുള്ളൊരു മനുഷ്യൻ എത്ര ജെം ഓഫ് എ പേഴ്സൺ ആണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പുള്ളിയുടെ രേഖാചിത്രമൊക്കെ നമ്മളൊരു ആളുടെ പടം പോലെയാണ് ഞാൻ പോയി കാണുന്നത്. അപ്പോൾ പുള്ളി ഈ ഒരു പടം കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. പുരുഷന്മാരെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ സ്ത്രീപക്ഷ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാരും ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമായി പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. അത് ആസിഫിക്കയുടെ വേറൊരു മുഖം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അടുത്ത പടം. പിന്നെ ഇനി ഇറങ്ങാനുള്ള പടം നമ്മുടെ റോഷൻ്റെ കൂടെ ചെയ്തൊരു പടം, റോഷൻ മാത്യു, സെറിൻ, നന്ദു ചേട്ടൻ്റെ കൂടെ ചെയ്ത, പ്രശാന്ത് വിജയ് എന്നുള്ള ഡയറക്ടർ ചെയ്ത ഇത്തിരി നേരം എന്നുള്ളൊരു സിനിമയുണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ടായി, അതും ഉടൻ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും ഭയങ്കര രസമുള്ളൊരു റോംകോമാണ്. ഒരു 1 നൈറ്റ് പരിപാടിയാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മൾ 4 പേരും കൂടി ഒരു കാറിലുള്ളൊരു പരിപാടിയാണ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണത്. പിന്നെ ഐസ് എന്ന് പറയുന്നൊരു വെബ് സീരീസ് ഉണ്ട് സോണി ലീവിൽ, അതും ഇറങ്ങാനുണ്ട്. ഇതൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ പിന്നെ ഒരു ചെറിയൊരു ഹിന്ദി പടം ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല, അതും ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ കാര്യമില്ല, ഹിന്ദി വേറെ ലാംഗ്വേജ് ആണ്. അത് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ പോകുന്നുണ്ട്, അതും അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഉള്ള പ്രോജക്ട്സ്. ഇപ്പം ഒരു സമയത്ത് ഒരുപാട് ഷോർട്ട് ഫിലിംസിലും ഭയങ്കര സജീവമായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് കുറച്ച് നാളായി അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം അതിലോട്ടിനി പോകുന്നുണ്ടോ? ഷോർട്ട് ഫിലിംസിന്റെ നല്ല കഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ, നല്ല സബ്ജക്റ്റുകളൊക്കെ വന്നാൽ, ചെയ്യണമെന്ന് തോന്നുന്ന സബ്ജക്റ്റുകളൊക്കെ വന്നാൽ, ഇപ്പം ഷോർട്ട് ഫിലിമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂപ്പർ സ്റ്റാർ കളിക്കാം, ഈ പറയുന്ന പോലെ നമുക്ക് സെലക്റ്റീവായിട്ടൊക്കെ നിൽക്കാം. പക്ഷേ സിനിമയിൽ നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് സെലക്റ്റീവ് ആവാനുള്ള അവസ്ഥ ഇതുവരെ ആയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ഫിലിം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഷോർട്ട് ഫിലിമിൽ നമ്മൾ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് ഈ പറയുന്ന വെബ് സീരീസ് ഒക്കെയാണ് സത്യം പറഞ്ഞാൽ ആക്ടർ എന്നുള്ള നിലയിൽ എന്നെ ബെറ്റർ ആക്കിയ ടൂള് സത്യം പറഞ്ഞതാണ്. നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് കുറേയൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഇതൊക്കെ മാറ്റാനുണ്ട്, ഇതിലൊക്കെ കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട് എന്നൊക്കെ ഒരു വേദിയായിട്ടാണ് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടത്. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നല്ലതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൽ നിന്ന് നല്ല സാധനങ്ങൾ വരണമെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ തമ്മിലൊരു ഹിസ്റ്ററി ഉണ്ട്. ഒരു സാധനം ഷൂട്ട് ചെയ്തു, പക്ഷെ അത് വേറെ ആളെ വെച്ച്, ഞാൻ ഫ്രണ്ടായിട്ടായിരുന്നു, അനന്തേട്ടനും വേറൊരു പേരുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെന്റ് അത് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഞാൻ. പിന്നെ റീഷൂട്ട് ചെയ്തു വേറെ ആളെ വെച്ച്, വേറെ ഫ്രണ്ടും ഒക്കെ വെച്ചിട്ട്. എനിക്ക് പിന്നെ എന്നെ ഷൂട്ടിന് വിളിച്ചപ്പോൾ എന്തോ എനിക്ക് വരാൻ പറ്റില്ല, അങ്ങനെ എന്തോ ഒന്ന് ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതെന്ന് ഓർമ്മയില്ല, എന്തോ ഉണ്ടായി അങ്ങനെ. പിന്നെ അത് റീഷൂട്ട് ചെയ്ത് വേറെ ആളെ വെച്ച് റീഷൂട്ട് ചെയ്തത് ഭയങ്കര റീച്ച്, നല്ല റീച്ച് ആയത്. 1 മില്യൺ കഴിഞ്ഞു. അങ്ങനെ അഭിനയത്തിന്റെ ഇതിൽ നമുക്ക് അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വന്നിട്ടില്ല. അതെ അതെ, എന്റെ പോർഷൻ കട്ട് ചെയ്ത് കളയാൻ ആരും വിളിക്കുന്നില്ല ഇപ്പൊ, അതാ പ്രശ്നം. നേരത്തെ ഒരു സമയത്ത് ആരെങ്കിലും ഒക്കെ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു, ആരും വിളിക്കുന്നില്ല. അതെ അതെ, നമ്മൾ ഒരു ഇതുണ്ടല്ലോ, നമ്മളങ്ങനെ ഇപ്പൊ ഈ ആക്ടിങ് കരിയറിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തന്നെ ആങ്കറിംഗിൽ ഞാൻ ഫുൾ ഫ്ലെഡ്ജ് ഇപ്പൊ ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആങ്കർ ആയിട്ട് മാത്രം കണ്ടു. അപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് അഭിനയിക്കാനും താല്പര്യമുണ്ട്, അപ്പൊ ആരെങ്കിലും ഒക്കെ വിളിക്കുക. നല്ല ആക്ടറാണ്, ഞാൻ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജ്യോതിഷയെ വിളിക്കുക. താങ്ക് യു. ഇപ്പം ഇപ്പൊ തുടങ്ങിയൊരു 5 വർഷം കഴിഞ്ഞിട്ട് ആനന്ദേട്ടനെ എവിടെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി?
ഇപ്പം തുടങ്ങി ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 5 വർഷം മുൻപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇന്ന് ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു? ഇല്ല, ഞാൻ അങ്ങനെ വിചാരിക്കാത്ത ഒരാളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ്, നല്ല സിനിമ കിട്ടണം എന്നുള്ള സംഭവമാണ്. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഇന്ന സ്ഥലത്തായിരിക്കും എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അത് എല്ലാവരും പറയും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ്. ഇതിനു വേണ്ടി ഇറങ്ങി ഇനി തിരിച്ചു പോക്കില്ല എന്ന് മാത്രമേ എനിക്കറിയാവൂ. ഈ ഫ്ലോയിൽ അങ്ങ് പോവുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അങ്ങ് പോവുകയാണ്. അല്ലാതെ 5 വർഷം ഇങ്ങനെ പ്ലാൻ വെച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അഭിനയിക്കണം, അവസാനം വരെയും സിനിമ ചെയ്യണം, സിനിമയിൽ നിൽക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ 5 വർഷത്തെ പ്ലാൻ ഒന്നും വെച്ചിട്ട് ഞാൻ പോകുന്നില്ല. പഞ്ചവത്സര പദ്ധതിയൊന്നും എനിക്കില്ല. ഇപ്പൊ ഈ അഭിനയത്തിന് വേണ്ടിയിട്ട് ഓരോ ക്യാരക്ടേഴ്സും കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനുള്ള റെഫറൻസുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന് ഇപ്പം ആനന്ദേട്ടനായിട്ട് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ടാവില്ലേ, അതൊക്കെ എങ്ങനെയായിരിക്കും? അത് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്യപ്പെടും. നമ്മൾ അറിയാതെ ഒരു പെട്ടെന്ന് വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ ഇവരെ ഒന്ന് വാച്ച് ചെയ്യും. അത് മനസ്സിൽ എവിടെയെങ്കിലും കിടക്കും. പിന്നെ ഈ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന് എന്തെങ്കിലും സാധനം കൊടുക്കണമല്ലോ, ഇങ്ങനെ ഒരു സാധനത്തിന് ഇങ്ങനെ പിടിച്ചാലോ എന്നൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ ഈ സാധനം പിടിച്ചാലോ എന്ന് ഇങ്ങനെ വരും. അല്ലാതെ അതിനു വേണ്ടി പ്രിപ്പറേഷൻ നടത്തേണ്ട ഒരു സാധ്യത ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം വൈറ്റ് ആൾട്ടയിലെ ഈ സംസാരിക്കാത്ത ആളായാൽ തന്നെ നമ്മൾ മനസ്സിലൊരു സാധനം എവിടെയൊക്കെ കണ്ടുവച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ പരുവപ്പെടുത്തിയിട്ട് എല്ലാത്തിനെയും കൂടെ കൊളാബ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. പലർക്കും പല രീതിയിലുള്ള പ്രോസസ്സാണ്. എൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു വർക്ക് നടത്തിയൊരു ക്യാരക്ടർ ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയില്ല, എല്ലാം അങ്ങനെയാണ് വന്നത്. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവസാനം വരെ സിനിമയുടെ ഭാഗമായി തന്നെ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. എനിക്കും ഒരുപാട് സന്തോഷം. വീണ്ടും രണ്ടാമത് ഇന്റർവ്യൂ കൂടെ ഇരിക്കാൻ 5 വർഷത്തിന് ശേഷം ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതെ, അത് ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. എന്റെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത ദിവസമായിരുന്നു എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഗൗരി കിഷൻ ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഗൗരിയുടെ ഇന്റർവ്യൂ എടുത്തു. എന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ ആനന്ദേട്ടനായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ ഇത് പക്ഷേ അപ്ലോഡ് ചെയ്യുന്ന 2 ദിവസമായിട്ടായിരിക്കും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് സിനിമകൾ, നല്ല സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ഇനിയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ, എന്നിട്ട് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അടിപൊളി.